എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധം രണ്ടാം ദിവസം. ക്രൗഞ്ച വ്യൂഹത്തിന്റെ പ്രതികാരം. കുരുക്ഷേത്രത്തിലെ ഒന്നാം ദിവസത്തെ രാത്രി പാണ്ഡവ കൂടാരങ്ങളിൽ സമ്മാനിച്ചത് കടുത്ത നിരാശയും കനത്ത നിശബ്ദതയുമായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട വിരാട രാജകുമാരന്മാരായ ഉത്തരന്റെയും ശ്വേതന്റെയും ചലനമറ്റ ശരീരങ്ങൾക്ക് മുന്നിൽ പാണ്ഡവപ്പട കണ്ണീരൊഴുക്കി. ഭീഷ്മപിതാമഹന്റെ അമ്പുകൾക്ക് മുന്നിൽ തങ്ങൾ തകർന്നു പോകുമോ എന്ന ഭയം ധർമ്മപുത്രരെ പോലും പിടികൂടിയിരുന്നു. എന്നാൽ ആ രാത്രിയിലെ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ഭഗവാൻ ശ്രീകൃഷ്ണൻ നൽകിയ ആത്മവിശ്വാസം പാണ്ഡവരിൽ പുതിയൊരു ഉണർവുണ്ടാക്കി. രണ്ടാം ദിവസത്തെ പുലരി പിറന്നു. ഇന്നലത്തെ ചോരക്കറകൾ ഉണങ്ങിക്കൊണ്ടിരുന്ന മണ്ണിലേക്ക് സൂര്യകിരണങ്ങൾ വീണ്ടും പതിച്ചു. പാണ്ഡവർ ഇന്ന് വെറും ഒരു യുദ്ധത്തിനല്ല, മറിച്ച് ഇന്നലത്തെ തോൽവിക്ക് പകരം വീട്ടാനാണ് ഉറച്ചിറങ്ങിയത്. ഒന്നാം ദിവസത്തെ ഭീഷ്മരുടെ സർവതോഭദ്ര വ്യൂഹത്തിന് മറുപടിയായി പാണ്ഡവ സൈന്യാധിപനായ ദൃഷ്ടദ്യുമ്നൻ രണ്ടാം ദിവസം അതീവ ശക്തമായ ഒരു വ്യൂഹം ചമയ്ക്കാൻ തീരുമാനിച്ചു. ക്രൗഞ്ച വ്യൂഹം, അതായത് കൊക്കിന്റെ ആകൃതിയിലുള്ള സൈനിക വിന്യാസം. വ്യൂഹത്തിന്റെ ഏറ്റവും മുന്നിൽ, അതായത് കൊക്കിന്റെ ചുണ്ടിന്റെ സ്ഥാനത്ത് മഹാപരാക്രമിയായ ദ്രുപദ രാജാവ് നിലയുറപ്പിച്ചു. കൊക്കിന്റെ കണ്ണുകളുടെ സ്ഥാനത്ത് കുന്തിഭോജനും ശൈബ്യനും അണിനിരന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ കൊക്കിന്റെ തലപ്പത്ത് വീര്യത്തിന്റെ പ്രതീകമായ ദൃഷ്ടദ്യുമ്നനും കഴുത്തിന്റെ ഭാഗത്ത് അജയ്യനായ സാത്വികിയും നിന്നു. പക്ഷിയുടെ പുറംഭാഗത്ത് ധർമ്മപുത്രനായ യുധിഷ്ഠിരനും നകുല സഹദേവന്മാരും നിലയുറപ്പിച്ചു. കൊക്കിന്റെ വാലിൽ വിരാട രാജാവും അദ്ദേഹത്തിന്റെ സൈന്യവും അണിനിരന്നു. വ്യൂഹത്തിന്റെ ഏറ്റവും ശക്തമായ രണ്ട് ചിറകുകളായി മാറിയത് മറ്റാരുമല്ല, ഒരു വശത്ത് ഭീമസേനനും മറുവശത്ത് ഗാന്ധീവധാരിയായ അർജുനനുമായിരുന്നു. പാണ്ഡവരുടെ ഈ മഹാവിന്യാസം കണ്ട് കൗരവപക്ഷത്ത് നേരിയ ഒരു ആശങ്ക നിഴലിച്ചു. എങ്കിലും പിതാമഹനായ ഭീഷ്മരുടെ നേതൃത്വത്തിൽ കൗരവപ്പട അങ്ങനെ ചെറുക്കാൻ തക്കവണ്ണം അണിനിരന്നു കഴിഞ്ഞിരുന്നു. ഇരുപക്ഷത്തു നിന്നും ശംഖനാദങ്ങൾ മുഴങ്ങി. രണ്ടാം ദിവസത്തെ മഹാസംഗ്രമത്തിന് തുടക്കമായി. യുദ്ധം തുടങ്ങിയ നിമിഷം മുതൽ പാണ്ഡവപക്ഷത്തെ യോദ്ധാക്കൾ കൗരവപ്പടയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. ഇന്നലത്തെ ക്ഷീണം തീർക്കാനെന്ന വണ്ണം ഭീമൻ തന്റെ ഗദയുമായി കൗരവ സൈന്യത്തിന്റെ മുൻനിരയിലേക്ക് പാഞ്ഞു ചെന്നു. ഭീമന്റെ ഗദാപ്രഹരമേറ്റ് കൗരവരുടെ നൂറുകണക്കിന് ഭടന്മാരും കുതിരകളും വായുവിൽ തെറിച്ചു വീണു. അംഗരാജാവായ കലിംഗന്റെ സൈന്യത്തെയാണ് ഭീമൻ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. മറുപടിയായി ഭീഷ്മർ പാണ്ഡവപ്പടയ്ക്ക് നേരെ അമ്പുമാരി പെയ്ച്ചു. എന്നാൽ ഇന്ന് അർജുനൻ ഭീഷ്മരെ തനിച്ചു നേരിടാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന്റെ വെളുത്ത കുതിരകളെ ഭീഷ്മരുടെ രഥത്തിന്റെ നേർക്ക് പായിച്ചു. കൃഷ്ണ, നേരെ പിതാമഹന്റെ മുന്നിലേക്ക് രഥം നിർത്തൂ. ഇന്ന് അദ്ദേഹത്തിന്റെ അമ്പുകളെ എനിക്ക് തടയണം, അർജുനൻ വിളിച്ചു പറഞ്ഞു. അർജുനനും ഭീഷ്മരും തമ്മിലുള്ള ആ പോരാട്ടം പ്രപഞ്ചത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഭീഷ്മർ തൊടുക്കുന്ന ഓരോ അസ്ത്രത്തെയും അർജുനൻ വായുവിൽ വെച്ച് തന്നെ മൂന്നായി മുറിച്ചു വീഴ്ത്തി. ഇതേസമയം വ്യൂഹത്തിന്റെ മറ്റൊരു വശത്ത് പാഞ്ചാല രാജകുമാരനെ ദൃഷ്ടദ്യുമ്നൻ കൗരവ സൈന്യത്തെ നിഷ്കരുണം വധിക്കുകയായിരുന്നു. ദൃഷ്ടദ്യുമ്നൻ കൗരവപ്പടയുടെ വലിയൊരു ഭാഗം തകർത്തു തരിപ്പണമാക്കി. യുദ്ധകളത്തിന്റെ നടുവിൽ ദ്രോണാചാര്യരും ദൃഷ്ടദ്യുമ്നനും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. ദ്രോണരെ കൊല്ലാൻ വേണ്ടി മാത്രം ജനിച്ചവനായിരുന്നു ദൃഷ്ടദ്യുമ്നൻ. പക്ഷേ ദ്രോണരുടെ അസ്ത്രവിദ്യയ്ക്ക് മുന്നിൽ ദൃഷ്ടദ്യുമ്നൻ പതറിപ്പോയി. ദ്രോണർ ദൃഷ്ടദ്യുമ്നന്റെ വില്ല് മുറിച്ചു കളഞ്ഞു, തേരാളിയെയും കൊന്നു. രഥമില്ലാതെ വാളും പരിചയമായി നിന്ന ദൃഷ്ടദ്യുമ്നന്റെ നേരെ ദ്രോണർ മാരകമായ അമ്പുകൾ എയ്തു. ദൃഷ്ടദ്യുമ്നൻ മരിക്കുമെന്ന അവസ്ഥയായപ്പോൾ ഭീമൻ തന്റെ രഥവുമായി അവിടെ പാഞ്ഞെത്തി. ഭീമൻ ദ്രോണർക്ക് നേരെ അമ്പുകൾ എയ്ത് ശ്രദ്ധ തിരിക്കുകയും ദൃഷ്ടദ്യുമ്നനെ തന്റെ രഥത്തിൽ കയറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. അർജുനന്റെ മകനായ അഭിമന്യു അന്ന് കൗരവപ്പടയിലെ വലിയ വീരന്മാരുമായി ഏറ്റുമുട്ടാൻ നിന്നു. ദുര്യോധനന്റെ മകനായ ലക്ഷ്മണനുമായിട്ടായിരുന്നു അഭിമന്യുവിന്റെ യുദ്ധം. അഭിമന്യു ലക്ഷ്മണന്റെ രഥത്തിന്റെ കൊടിമരം അടിച്ചുടച്ചു. അതുപോലെ പാണ്ഡവപക്ഷത്തെ സാത്വികി ശകുനിയുടെ 3 സഹോദരന്മാരെ അന്ന് യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ഇത് കൗരവർക്ക് വലിയൊരു തിരിച്ചടിയായി. മറുഭാഗത്ത് ഭീമൻ കൗരവപ്പടയുടെ ഇടയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു കയറി. ഭീമന്റെ കയ്യിലെ ഭാരമേറിയ ഗദ കറക്കിയടിച്ചപ്പോൾ കൗരവരുടെ ആനകളും കുതിരകളും ചതഞ്ഞരഞ്ഞു വീണു. ഭീമനെ തടയാനായി കലിംഗദേശത്തെ രാജാവായ ശ്രുതായുസും മകൻ ശക്രാദേവനും അവരുടെ വലിയ സൈന്യവുമായി വന്നു. അവർ ഭീമനെ 4 ഭാഗത്തു നിന്നും വളഞ്ഞു. ആയിരക്കണക്കിന് അമ്പുകളാണ് അവർ ഭീമന് നേരെ എയ്തത്. ഭീമൻ രഥത്തിൽ നിന്ന് താഴേക്ക് ചാടി ഗദയും വീശി കലിംഗപ്പടയുടെ നേരെ നടന്നു. ആദ്യം തടയാൻ വന്ന രാജകുമാരൻ ശക്രാദേവന്റെ രഥം ഭീമൻ അടിച്ചു തകർത്തു. ശക്രാദേവൻ അവിടെ തന്നെ മരിച്ചു വീണു. മകന്റെ മരണം കണ്ട് കോപത്തോടെ വന്ന കലിംഗ രാജാവ് ശ്രുതായുസിനെയും ഭീമൻ ഗദ കൊണ്ട് ഒരൊറ്റ അടിക്കു കൊന്നു. ഉച്ചയ്ക്ക് ശേഷം തന്റെ സൈന്യം ഭീമനാൽ തകരുന്നത് കണ്ട് ഭീഷ്മർക്ക് ദേഷ്യം വന്നു. അദ്ദേഹം പാണ്ഡവ സൈന്യത്തെ കഠിനമായി ആക്രമിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ദുര്യോധനൻ ഭീഷ്മരുടെ അടുത്ത് ചെന്ന് പരിഭവം പറഞ്ഞു. മുത്തശ്ശ, അങ്ങും ദ്രോണരും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സൈന്യം ഇങ്ങനെ തോറ്റോടുന്നത് എന്തുകൊണ്ടാണ്? പാണ്ഡവരോടുള്ള സ്നേഹം കാരണം അങ്ങ് നല്ലതുപോലെ യുദ്ധം ചെയ്യാത്തതാണോ? ദുര്യോധനന്റെ ഈ കുറ്റപ്പെടുത്തൽ ഭീഷ്മരെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തന്റെ എല്ലാ ശക്തിയും എടുത്ത് പാണ്ഡവ സൈന്യത്തിന് നേരെ തിരിഞ്ഞു. ഭീഷ്മരുടെ അമ്പുകൾ അർജുനന്റെയും ശ്രീകൃഷ്ണന്റെയും ശരീരത്തിൽ പോലും കൊണ്ടു. എങ്കിലും അർജുനൻ ഭീഷ്മരുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തി.
രണ്ടാം ദിവസത്തെ യുദ്ധത്തിന്റെ അവസാന മണിക്കൂറിൽ സാത്വികിയും അർജുനനും കൗരവപ്പടയെ ദയയില്ലാതെ അടിച്ചമർത്തി. ഭീമൻ കലിംഗ സൈന്യത്തിന്മേൽ നേടിയ വിജയം പാണ്ഡവർക്ക് വലിയ ആത്മവിശ്വാസം നൽകി. ഒന്നാം ദിവസം കൗരവർ ചിരിച്ച ചിരിക്കെ പാണ്ഡവർ ഇന്ന് കൃത്യമായി മറുപടി നൽകിയിരുന്നു. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നു തുടങ്ങി. കുരുക്ഷേത്രത്തിലെ മണ്ണ് ഇരുപക്ഷത്തെയും വീരന്മാരുടെ ചോരയാൽ ചുവന്നു തൊടുത്തു. സൂര്യൻ അസ്തമിച്ചതോടെ ഭീഷ്മർ യുദ്ധം അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ശംഖു മുഴക്കി. ഇരുപക്ഷത്തെയും ഭടന്മാർ യുദ്ധം നിർത്തി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും